നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യ പോസ്റ്റിന്റെ സൈറ്റ് വഴി എങ്ങനെ GDSന്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെന്റ് ആയിട്ട് ആപ്ലിക്കന്റിന്റെ ആധാർ കാർഡ്, SLC സർട്ടിഫിക്കറ്റ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടിവരുന്നത്. നിലവിൽ SLCയുടെ മാർക്കിന്റെ അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. 2400-ലധികം വേക്കൻസിയാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ജനറൽ കാറ്റഗറികൾക്ക് 100 രൂപ ഫീസ് വരുന്നുണ്ട്. SC/ST, വൈകല്യമുള്ളവർ, അതുപോലെ തന്നെ ഫീമെയിൽ, ട്രാൻസ് വുമൺ തുടങ്ങിയ കാറ്റഗറികൾക്ക് സൈറ്റിൽ ഫീസ് വരുന്നില്ല. SLC പാസ് ഔട്ട് ആയ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. OBC കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് വയസ്സിൽ 3 വർഷത്തെ ഇളവും ST/SC വിഭാഗത്തിന് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആഗസ്റ്റ് 5 2024 വരെയാണ്. ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകൾ തിരുത്താൻ വേണ്ടിയിട്ട് 6 മുതൽ 8 വരെ അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളത് നോക്കാം. ഗൂഗിളിന്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുക. ഇതിൽ AP പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഇന്ത്യ പോസ്റ്റ് GDSonline.gov.in എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ആദ്യം നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നതും എന്താണ് ഇതിന്റെ യോഗ്യത എന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം സൈറ്റിന്റെ ഏറ്റവും മുകളിൽ 2 പ്രോസസ് ആയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സ്റ്റേജ് 1 എന്നുള്ള ഓപ്ഷനിൽ രജിസ്ട്രേഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആപ്ലിക്കന്റിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ആദ്യം തന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് OTP മെസ്സേജ് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇമെയിൽ ID യും കൃത്യമായി നൽകുക. വാലിഡേറ്റ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോണിലേക്കും മെയിലിലേക്കും 2 സെപ്പറേറ്റ് OTPകൾ വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായിട്ട് OTP എൻ്റർ ചെയ്യേണ്ട സ്ഥലത്തൊന്ന് നൽകിയതിനു ശേഷം സബ്മിറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. OTP കൃത്യമായി നൽകിയതിനു ശേഷം ആപ്ലിക്കന്റ് നെയിം എന്നുള്ള ഓപ്ഷനിൽ SLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ പേര് കൃത്യമായിട്ട് നൽകുക. രക്ഷിതാവിന്റെ പേര്, ഫാദർ അല്ലെങ്കിൽ മദറിന്റെ നെയിം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ നൽകുക. ആപ്ലിക്കന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ നൽകുക. കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് നൽകുക. സർക്കിൾ ഇൻ വിച്ച് സെക്കൻഡറി സ്കൂൾ പാസ്ഡ്, അതായത് SLC പാസ് ഔട്ട് ആയ സർക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇയർ ഓഫ് പാസിംഗ് സെക്കൻഡറി എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് SSLC പാസ് ഔട്ട് ആയ വർഷമാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. വിവരങ്ങൾ കൃത്യമായി കൊടുത്തതിന് ശേഷം സൈറ്റിൽ നൽകിയിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക. പേജിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. ഓക്കെ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി നമ്മൾ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് വരുന്നതാണ്. പ്ലീസ് കണ്ടിന്യൂ ഫില്ലിംഗ് യുവർ ഡീറ്റെയിൽസ് ബിലോ എന്നുള്ള ഓപ്ഷനിൽ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആർ യു എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വൈകല്യം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ ഡീറ്റെയിൽസ് നൽകുക. ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക. ലാംഗ്വേജ് സ്റ്റഡിഡ് ഇൻ സെക്കൻഡറി സ്കൂൾ എന്നുള്ള ഓപ്ഷനിൽ മലയാളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. വെദർ എംപ്ലോയിഡ് എന്നുള്ള ഓപ്ഷനിൽ മുൻപ് ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നോ എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. ഓൾറെഡി എംപ്ലോയിഡ് ആണ് എങ്കിൽ NOC ഡീറ്റെയിൽസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ആപ്ലിക്കന്റിന്റെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും 200 റെസൊല്യൂഷൻ വരുന്ന രീതിയിൽ JPG ഫോർമാറ്റിലാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. ഫോട്ടോ 200, 230 പിക്സൽ സൈസിലും സിഗ്നേച്ചർ 140, 60 പിക്സൽ സൈസിലുമാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഫോട്ടോ 50 KB കുറവും സിഗ്നേച്ചർ 20 KB കുറവുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. ഫോട്ടോയും സൈനും അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക.
ഓപ്പൺ ആയി വരുന്ന പ്രിവ്യൂ പേജിൽ വിവരങ്ങൾ ഓക്കെ ആണെങ്കിൽ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ ജനറേറ്റ് ആയി എന്നുള്ള മെസ്സേജ് ആണ് വരുന്നത്. ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടിന്യൂ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ രജിസ്ട്രേഷൻ നമ്പർ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ല എങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അപ്ലൈയിങ് സർക്കിൾ കേരളത്തിലുള്ളവർ കേരള എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. കേരള എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഫോണിലേക്ക് വരുന്ന OTP അടിച്ചതിന് ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി കൃത്യമായിട്ടൊന്ന് കൊടുക്കുക. അതിനുശേഷം പേജിന്റെ താഴെയായിട്ടുള്ള നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫോമിന്റെ സെക്ഷനാണ്. അഡ്രസ് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പ്രിഫറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നൽകേണ്ടത്. അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അപേക്ഷകന്റെ വീട്ടുപേര്, സ്ഥലപ്പേര്, വില്ലേജ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നൽകിയതിന് ശേഷം പെർമനന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ സെയിം ആസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകിയാൽ മതിയാകും. നെക്സ്റ്റ് വരുന്ന ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ സർക്കിൾ അതുപോലെ പാസ് ഔട്ട് ഇയർ ഡിഫോൾട്ട് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. സെലക്ട് ബോർഡ് എന്നുള്ള ഓപ്ഷനിൽ SLC പാസ് ഔട്ട് ആയ ബോർഡ് ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്ത് നൽകേണ്ടത്. കേരള ബോർഡ് ഏത് വർഷം പാസ് ഔട്ട് ആയതാണോ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ആപ്ലിക്കന്റ് 2011 പാസ് ഔട്ട് ആയിരിക്കുന്നതെങ്കിൽ കേരള SLC ഫ്രം 2007 to 2012 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. പാസ് ഔട്ട് ഇയറിനനുസരിച്ച് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വ്യത്യസ്തമായിട്ട് വരുന്നതാണ്. എല്ലാ ഗ്രേഡ് ഡീറ്റെയിൽസും നൽകുക. CGPA സ്കോർ മാൻഡേറ്ററി അല്ല, നൽകേണ്ടതില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ചൂസ് യുവർ പ്രിഫറൻസ് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ദി ഡിവിഷൻ അപ്ലൈയിങ് ഫോർ എന്നുള്ള ഓപ്ഷനിൽ കേരളത്തിലെ ഏത് ഡിവിഷനിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിവിഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. അതിനുശേഷം പേജിന്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് പോസ്റ്റ് പ്രിഫറൻസ് ആണ് നൽകേണ്ടത്. ഏത് സ്ഥലത്തേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു പ്രിഫറൻസ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ആപ്ലിക്കന്റ് OBC കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ OBC എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഉള്ള വേക്കൻസീസിൽ ഏതാണോ ആദ്യം വേണ്ടത് അതിന് നേരെ 1 എന്ന് കൊടുക്കുക. അടുത്ത ഏത് സ്ഥലത്താണോ വേണ്ടത് അവിടെ 2 എന്ന് കൊടുക്കുക. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് നൽകാവുന്നതാണ്. UR എന്ന് കാണിച്ചിരിക്കുന്നത് അൺറിസർവ്ഡ് അഥവാ ജനറൽ കാറ്റഗറിയാണ്. ജനറൽ കാറ്റഗറിയിലുള്ളവർ UR എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് പേജ് കട്ടായി പോവുകയാണെങ്കിൽ വീണ്ടും ഹോം പേജിൽ ഏറ്റവും മുകളിലായിട്ട് നൽകിയിരിക്കുന്ന സ്റ്റേജ് 2 അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ രജിസ്ട്രേഷൻ നമ്പറും സർക്കിളും ഫോണിലേക്ക് വരുന്ന OTP അടിച്ച് ക്യാപ്ചയും കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്ത് ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പ്രിഫറൻസ് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്നത് പേയ്മെന്റ് ആണ്. ജനറൽ കാറ്റഗറികൾക്ക് മാത്രമാണ് സൈറ്റിൽ പേയ്മെന്റ് വരുന്നത്. 100 രൂപയാണ് ഫീസ് വരുന്നത്. SC ST വൈകല്യമുള്ളവര്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ് വുമൺ തുടങ്ങിയ കാറ്റഗറീസിനൊന്നും ഫീസ് ഇല്ല. പ്രിഫറൻസ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. ജനറൽ കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ സൈറ്റിൽ പേയ്മെന്റ് ഓപ്ഷൻ വരുന്നതാണ്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതല്ലെങ്കിൽ QR, വാലറ്റ്, UPI ഓപ്ഷൻ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് 100 രൂപ പേയ്മെന്റ് സൈറ്റിൽ അടച്ചാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുക. ഞാനിവിടെ UPI ID എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മേക്ക് പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാലറ്റിലേക്ക് വന്നിരിക്കുന്ന പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരുന്നതാണ്. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന ഹോം പേജിലേക്കാണ് ആപ്ലിക്കേഷൻ കൺവേർട്ട് ആയിട്ട് വരുന്നത്. ഈ ഒരു പേജിന്റെ ഏറ്റവും താഴെയായിട്ടുള്ള പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് സമർപ്പിച്ചുള്ള അപേക്ഷയിൽ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ നിലവിൽ അപേക്ഷാ തീയതിക്ക് ശേഷം, അതായത് നിലവിൽ ഇപ്പോൾ അപേക്ഷാ തീയതി 5-ാം തീയതി ആഗസ്റ്റ് 2024 വരെയാണ്. 6-ാം തീയതി മുതലാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ മറ്റെവിടേക്കും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കന്റെ കൈവശം തന്നെ സൂക്ഷിച്ചാൽ മതിയാകും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.